ഇത് കഥയാണോ എന്ന് ചോദിച്ചാൽ കഥയല്ല, ഒരു അനുഭവമാണ്. അതായത് 1971 ചന്ദ്രനിലേക്ക് പോയ എഡ്ഗർ മിച്ചൽ എന്ന ബഹിരാകാശ സഞ്ചാരിയുടെ അനുഭവമാണ്. അദ്ദേഹം ചന്ദ്രനിൽ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. വിൻഡോയിലൂടെ അദ്ദേഹം പുറത്തേക്ക് നോക്കി. ചുറ്റും കരിനിഴൽ പോലെ കറുത്തിരുണ്ട ശൂന്യാകാശം. അതിന്റെ നടുവിൽ ഒരു ചെറിയ നീലക്കല്ല് പോലെ നമ്മുടെ ഭൂമി തിളങ്ങി നിൽക്കുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഇതാണ്: അവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഭൂമിയിൽ അതിർത്തികളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ഇന്ത്യ എവിടെ, പാകിസ്ഥാൻ എവിടെ, അമേരിക്ക എവിടെ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പകരം മനോഹരമായ ഒരു കുഞ്ഞു നീലപ്പന്ത് പോലെ നമ്മുടെ ഭൂമി. വായു പോലും ഇല്ലാത്ത ആ ഇരുണ്ട ലോകത്ത് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഇടം. ചരിത്രത്തിലെ എല്ലാ യുദ്ധങ്ങളും നടന്നത്, എല്ലാ രാജാക്കന്മാരും ഭരിച്ചത്, നമ്മൾ മരിക്കാൻ വരെ തയ്യാറാകുന്ന നമ്മുടെ എല്ലാ ഈഗോകളും നിലനിൽക്കുന്നത് എല്ലാം ആ ചെറിയ പന്തിനു മേലെയാണ്. അദ്ദേഹത്തിന് തോന്നിയ മറ്റൊരു കാര്യം ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ചാണ്. എത്രയോ പാറക്കഷ്ണങ്ങൾ വന്നിടിച്ച പാടുകളാണ് വലിയ വലിയ കുഴികളായി ചന്ദ്രനിൽ നിറയെ. അതുപോലെ ഭൂമിക്ക് നേരെയും ഒരുപാട് പാറക്കഷ്ണങ്ങൾ വരാറുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷം നമ്മളെ അവയിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ടെങ്കിലും അതിന് തടയാൻ കഴിയാത്തത്ര വലിപ്പത്തിൽ ഒരു പാറക്കഷ്ണം ഭൂമിക്ക് നേരെ വന്നാൽ അതോടെ അവസാനിക്കുന്ന വേർതിരിവുകൾ മാത്രമേ ഭൂമിയിലെ മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നുള്ളൂ. നമ്മൾ വെച്ച് പുലർത്തുന്ന വെറുപ്പും വിദ്വേഷവും അഹങ്കാരവും ഒക്കെ ഒരു വലിയ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ വെറും തമാശയാണ്. നമ്മളെല്ലാവരും ഒരേ ബോട്ടിലെ യാത്രക്കാരാണ്. ആ ബോട്ട് നശിച്ചാൽ നമ്മളെല്ലാവരും നശിക്കും. അവിടെ ഒരു വേർതിരിവിനും സ്ഥാനമില്ല. ഈ ലോകത്തൊരു ചെറിയ പൊടിപടലം മാത്രമാണ് നമ്മളും നമ്മുടെ ഈ ഭൂമിയും എന്ന ബോധ്യം ഉണ്ടായാൽ നമ്മുടെ ഉള്ളിലെ പകുതി ദേഷ്യവും അഹങ്കാരവും വേർതിരിവുകളും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് അലിഞ്ഞില്ലാതാകും. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.